ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അമ്മയുടെ ഓഫീസിലെ ഓണാഘോഷമാണ്. BRC ആണ് കേട്ടോ അമ്മയുടെ ഓഫീസ്, സമഗ്ര ശിക്ഷ കേരള. GLPS കുളക്കട, ഞാൻ മുമ്പ് പഠിച്ചിരുന്ന കൊച്ചു സ്കൂളിൻ്റെ താഴെയാണ് ഓഫീസ്. അവിടെ ഡേറ്റ എൻട്രി ആയിട്ടാണ് കേട്ടോ അമ്മ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഓണാഘോഷമാണ് ഇന്ന്. അങ്ങനെ ഞാനാണെങ്കിൽ രാവിലെ നമ്മുടെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. ഇന്ന് തൃക്കേട്ടയാണ്. അന്നേരം നമ്മളിതേ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വെറൈറ്റി ഡിസൈനാണ് ട്രൈ ചെയ്തത്. എല്ലാ പൂക്കളും ഇങ്ങനെ അരിഞ്ഞരിഞ്ഞാണ് കേട്ടോ ഇട്ടത്. അന്നേരം എല്ലാം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ടപ്പോഴത്തേക്കും കുറച്ച് സമയമായിരുന്നു. അങ്ങനെ പിന്നെ ഒരുങ്ങുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് ഒരുങ്ങിയതേ. അപ്പം ഞാനും അമ്മയും അതിഥിയും കൂടെ അതിഥിയെ പൂതക്കുഴി വിട്ടു. ഇപ്പം ഞാനും അമ്മയും കൂടെ BRCയിൽ വന്നിട്ടുണ്ട്. അതിഥിയെ ഉച്ചയാകുമ്പോഴത്തേക്കും വിളിച്ചുകൊണ്ട് വരുവേ. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനും കൂടെ കൂടിയിട്ട് അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പൂക്കളം ഒരുക്കി, അതുപോലെ അമ്മ എല്ലാവരും കൂടെ അവിടെ തിരുവാതിര പ്രാക്ടീസ് ചെയ്യായിരുന്നു. അവരുടെ തിരുവാതിര ഉണ്ടായിരുന്നു, അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഈ ഒരു പൂക്കളത്തിനൊരു സർക്കിൾ ഷേപ്പില്ലല്ലേ, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കളാണെങ്കിൽ സ്ക്വയറിലായിരുന്നു ഒരു ടീച്ചർ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞു അത് സ്ക്വയറിലാണെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ അത് വട്ടമാക്കിയതാണ്. പക്ഷേ സ്ക്വയറിനുള്ളിൽ വട്ടമായപ്പോൾ അത് വലിയൊരു രസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൂരെ നിന്ന് കാണാൻ നല്ല രസമായിരുന്നു. എപ്പോഴത്തെ പോലെ തന്നെ തിരുവാതിരയുടെ പാട്ടിനും കോപ്പറേറ്റ് അടിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വോയിസ് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ റിയൽ വോയിസ് കേൾക്കണം എന്നുള്ളവർ അമൃതാസ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് കേട്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഒരു ചാനലിൽ ഇതിൻ്റെ റിയൽ വോയിസ് ഇടും. നമ്മുടെ തിരുവാതിരയുടെയും വീഡിയോ അതിനകത്തുണ്ട് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ റിയൽ വോയിസ് കേൾക്കണം എന്നുള്ളവർ ആ ഒരു ചാനലിൽ കയറി നോക്കിയാൽ മതി. പിന്നെ ഇപ്പം അതേ കസേര കളിയാണ് കേട്ടോ, ഇതിൻ്റെയും വോയിസ് മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പട്ടുപാവാടയൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അസാപ്പിലാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ പോയത്. ആ ഫോട്ടോകളൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്താം. അതിനുശേഷം അതിഥി വന്നു. അതിഥി വന്നിട്ട് പൂക്കളത്തിനകത്ത് ഒന്നുകൂടെ റെഡി ആക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളിതേ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ പന്തി കഴിഞ്ഞ് രണ്ടാമത്തെ പന്തിയാണ്. സദ്യ തറയിലിരുന്നാണ് കഴിച്ചത്, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് കേട്ടോ തറയിലിരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ സദ്യ കഴിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇതിന് മുമ്പ് തന്നെ നമ്മളൊരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു, പണ്ടത്തെ ഓണക്കളി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പക്ഷെ ആ സമയം അമ്മയില്ലായിരുന്നു, അമ്മ അതിഥിയെ വിളിക്കാൻ പോയായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ വിവിധ തരം കലാപരിപാടികളാണ് കേട്ടോ. ഓരോരുത്തരുടെ പാട്ട്, എൻ്റെ പാട്ടും ഉണ്ടായിരുന്നു. ചന്ദ്രനില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, അരളിയിലെ കഞ്ചിക്കാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണിക്ക് മകളെന്തു ഭംഗി ഇവിടെ കവിളിയെന്നു കാണി അതര മാതൃമധുരം നുകരാൻ
കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അനവധി പെൺകൊറ്റക്കുട ചൂടി ആകാശം പന്തല് ചാർത്തി നീകാലം മുത്തണിമണിയേകി സ്വർണ്ണക്കൊലുസിൻ സരിഗമ പാടി ചുവട് വെച്ചു വന്നു മെല്ലെ കാതിലോടിടുന്നു ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂടി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം എനിക്ക് നല്ല പനിയാണ്. പക്ഷെ ഞാൻ വിചാരിച്ച് പാടുമ്പോൾ കുളമാണെന്ന്, പക്ഷെ കുളമൊന്നും ആയില്ല, നല്ലോണം പാടാൻ പറ്റി. അൽവ കണ്ണാല അൽവ കുറിച്ച് 2 വാക്ക്. സദ്യയെക്കുറിച്ച് ഭക്ഷണം സ്പോൺസർ ചെയ്ത നമ്മുടെ വിദ്യാർത്ഥിയിലെ എല്ലാവിധ ആശംസകളും നേരുന്നു. സദ്യ വളരെ ഗംഭീരമായിരുന്നു. സദ്യയെക്കുറിച്ച് 2 വാക്ക്. ഞാനിത് ചുമ്മാ ഓരോരുത്തരുടെ കയ്യിലും മൈക്ക് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഓണത്തെ പറ്റി 4 വരി പറ, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ചോദിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിഥിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടി, അവർ രണ്ടുപേരും കൂടെ അവിടെ ഓടിക്കളിക്കുകയായിരുന്നു. പിന്നെ ദേ ഇവിടെ ഇപ്പം പാട്ടാണ് കേട്ടോ, ഓരോരുത്തര പാട്ടൊക്കെ പാടുകയാണ്. അത് കഴിഞ്ഞ് ദേ സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു. നല്ല കോമഡി ആയിരുന്നു കേട്ടോ. നമ്മളെ ഓരോരുത്തരെ വഴി പറഞ്ഞ് തെറ്റിച്ച അവസാനം നമുക്ക് തന്നെ വിനയായിട്ടുണ്ടായിരുന്നു. ഇവിടെ അതിഥിയും ഞാനും എല്ലാവരും കൂടെ ഇവിടെ നിന്നിട്ട് പൂ എറിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ. ആ അത്തപ്പൂക്കളം മൊത്തം നമ്മൾ നശിപ്പിച്ചു. പൂ എറിഞ്ഞ് കുറച്ച് നല്ല പൂക്കൾ ഞാൻ കവറിൽ വാരി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പൂക്കളെല്ലാം കൂടെ എല്ലാവരും കൂടെ നശിപ്പിച്ചത് ഞങ്ങൾക്ക് തന്നെ വിനയായി. ഞങ്ങൾ തന്നെ ലാസ്റ്റ് തൂക്കേണ്ടി വന്നു. ഇപ്പം ദേ പൂ തൂത്തോണ്ടിരിക്കുകയാണ്. എത്ര തൂത്തിട്ടും കാര്യമില്ല, അത് കൊണ്ടിടുന്ന സൈഡിൽ നിന്ന് അതിഥി അവളുടെ കൂട്ടുകാരും കൂടെ വാരിക്കൊണ്ട് വീണ്ടും കൊണ്ടിടുവാണ്. എന്തായാലും ഇതൊരു മത്സരമാക്കി വെച്ചായിരുന്നെങ്കിൽ ഫസ്റ്റ് വല്ലതും കിട്ടിയേനെ. സന്തോഷകരമായ ഒരു ഓണം ഇത് ദേ ഒരു റീൽ എടുത്തതാണ് കേട്ടോ. റീലൊക്കെ വഴിയേ വരുന്നുണ്ട്. അങ്ങനെ ദേ ഈ ചൂലാണ് എനിക്കിഷ്ടപ്പെട്ടത്. അങ്ങനെ ഈ ചൂല് എടുത്തുകൊണ്ട് വന്ന് ഇതാണെങ്കിൽ പെട്ടെന്ന് പൂ നീങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ചൂലുകൊണ്ട് പൂക്കളെല്ലാം കൂടെ തൂത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. നമ്മുടെ ഓണാഘോഷം ഇത്ര ഭംഗിയായി ദീപിപ്പിച്ച നേതൃത്വം നടത്തുന്നതിന് സാധിച്ചതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നമുക്ക് ഇന്നെടുത്ത കുറച്ച് ഫോട്ടോസ് കാണാം. വളരെ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും, അതുപോലെ നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. അന്നേരം നമുക്ക് കുറച്ച് ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുള്ളൂ.